CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ പുരോഗമിക്കവേ പാർട്ടി ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ ഇതുവരെയില്ലാത്ത വിഭാഗീയത രൂപപ്പെട്ടിരിക്കുകയാണ്. പ്രാദേശിക പടലപ്പിണക്കങ്ങളും അഭിപ്രായ ഭിന്നതയുമാണ് സമ്മേളനങ്ങൾ മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തിച്ചത്. രണ്ടിടത്ത് ബഹിഷ്കരണവും മൂന്നിടത്ത് പലതവണ സമ്മേളന തീയതി മാറ്റിവെക്കേണ്ടി വന്നതും കണ്ണൂരിന്റെ പാർട്ടി ചരിത്രത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നാടായ മൊറാഴയിലാണ് അംഗങ്ങൾ ഒന്നടങ്കം ബഹിഷ്കരിച്ചതിനെ തുടർന്ന് പാർട്ടി സമ്മേളനം മുടങ്ങിയത്. മൊറാഴ ലോക്കലിന് കീഴിലെ 5ാം പീടികയിൽ അംഗൻവാടി ജീവനക്കാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ടാണ് തർക്കം തുടങ്ങുന്നത്. പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടും ബ്രാഞ്ച് സമ്മേളനത്തിന് പുതിയ തീയതി നിശ്ചയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ലോക്കൽ സമ്മേളനത്തിന് മുൻപ് നടത്താനുള്ള തിരക്കിട്ട ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. മൊറാഴയ്ക്ക് പിന്നാലെ പറശ്ശിനിക്കടവ് തലവിൽ ബ്രാഞ്ച് സമ്മേളനവും ഒരു വിഭാഗം ബഹിഷ്കരിച്ചു. 10 അംഗ ബ്രാഞ്ചിൽ 4 പേരാണ് സമ്മേളനത്തിനെത്തിയത്. തലവിൽ വായനശാല നടത്തിയ ചിട്ടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒരു വിഭാഗത്തെ ബഹിഷ്കരണത്തിലേക്ക് നയിച്ചത്. പയ്യന്നൂർ കാരയിലെ 3 ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് കടുത്ത വിഭാഗീയത മൂലം പലതവണ മാറ്റിവെക്കേണ്ടി വന്നത്. നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിൽ കാര പ്രദേശത്ത് പുതുവത്സര ദിനത്തിൽ CPM DYFI പ്രവർത്തകർക്ക് നേരെ വടിവാൾ വീശിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പിന്നീടുള്ള തർക്കം. പ്രാദേശിക DYFI നേതാക്കൾക്കെതിരെയാണ് ഒരു വിഭാഗം നടപടി ആവശ്യപ്പെടുന്നത്. പലതവണ മാറ്റിവെച്ച ബ്രാഞ്ച് സമ്മേളനം ഈ മാസം 21, 22 തീയതികളിലാണ് ഒടുവിൽ നിശ്ചയിച്ചത്. പ്രശ്ന പരിഹാരമാവാത്ത സ്ഥിതിക്ക് സമ്മേളനം വീണ്ടും മാറ്റിവെക്കാനാണ് സാധ്യതയുള്ളത്. എന്നാൽ CPMനെ സംബന്ധിച്ച് ഇതൊന്നും പുതിയ കഥയല്ല. കെട്ടടങ്ങാത്ത വിഭാഗീയത പണ്ട് മുതൽ ഇന്നും CPMനെ വേട്ടയാടുന്ന ഒന്ന് തന്നെയാണ്. അത് കേവലം കണ്ണൂരിൽ മാത്രവും ഒതുങ്ങുന്നതല്ല. ഗൗരിയമ്മ പാർട്ടി വിട്ടതിനും VS പിണറായി ചേരി ഏറ്റുമുട്ടിയ കാലത്തിനും ശേഷം ജില്ലയിൽ വിഭാഗീയത ഏറെ നേരിടുന്ന സമയം ഇതാണ്. പ്രാദേശികമായി നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോരാണ് ഇപ്പോൾ വിഭാഗീയതയ്ക്ക് കാരണമാകുന്നത് എന്നും പറയാം. കായംകുളം, കുട്ടനാട് എന്നിവിടങ്ങളിൽ കടുത്ത വിഭാഗീയത പാർട്ടി നേരിടുന്നുണ്ടായിരുന്നു. മുൻകാലങ്ങളിലെല്ലാം തന്നെ വിഭാഗീയതയെ അച്ചടക്കത്തിന്റെ വാളോങ്ങി അടിച്ചമർത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം ഭീഷണികൾക്ക് വഴങ്ങുന്ന രീതിയിലല്ല പ്രവർത്തകരുള്ളത്. കഴിഞ്ഞ സമ്മേളന കാലം പാർട്ടി നേതൃത്വത്തിന് സുരക്ഷിത കാലമായിരുന്നു. ഭരണ മികവ് കൊണ്ട് തന്നെ പ്രവർത്തകർ സംതൃപ്തരായിരുന്നതിനാൽ കാര്യമായ വിമർശനങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല. പ്രാദേശിക വിഭാഗീയത മാത്രമാണ് അന്ന് തലവേദനയായത്. ഇത്തവണ പാർട്ടി അടിമുടി ഉലഞ്ഞ നിലയിലായതിനാൽ വിമർശനങ്ങളുടെ പെരുമഴയാണ് നേരിടേണ്ടി വരിക. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ നേരിട്ട വലിയ പരാജയം സമ്മേളനങ്ങളിൽ ചർച്ചയായിരുന്നു. ഭരണപരാജയമാണ് ജില്ലയിലടക്കം തോൽവിക്ക് കാരണമെന്ന പ്രവർത്തകർ കരുതുന്നുമുണ്ട്. ജില്ലയിൽ ഈഴവ ദലിത് വിഭാഗങ്ങൾ BJPയെ തുണയ്ക്കുന്നതിലേക്ക് എത്തിയതാണ് നേതൃത്വത്തോടും ഭരണത്തോടുമുള്ള അതൃപ്തിയെന്നാണ് കരുതപ്പെടുന്നത്. കരിമണൽ ഖനനം, മാസപ്പടി തുടങ്ങി ജില്ലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ ഏറ്റവും അധികം ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള സമയവുമാണിത്. കായംകുളത്തെ വിഭാഗീയതയ്ക്കെതിരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പരാമർശങ്ങൾ പാർട്ടി ഭരണഘടനയെപ്പോലും വെല്ലുവിളിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടപ്പെട്ടിരുന്നു. വിഭാഗീയതയ്ക്കെതിരെ തീരുമാനമെടുക്കുമ്പോൾ ഭൂരിപക്ഷമെന്നോ ന്യൂനപക്ഷമെന്നോ നോക്കേണ്ടതില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അത് അന്നേ തന്നെ വിവാദമായിരുന്നു. ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അല്ലാതെ പിന്നെ ഏത് പക്ഷമാണ് നോക്കേണ്ടതെന്ന ചോദ്യമാണ് ഒരു വിഭാഗം ഉയർത്തിയത്. ഉൾപാർട്ടി ജനാധിപത്യം, ജനാധിപത്യ കേന്ദ്രീകരണം, വ്യക്തിപരമായ ഉത്തരവാദിത്വം, കൂട്ടായ തീരുമാനം തുടങ്ങി അടിസ്ഥാന തത്വങ്ങളെ നിരാകരിക്കുന്നതാണ് ഗോവിന്ദന്റെ പ്രസ്താവനയെന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. കേന്ദ്രീകൃത ജനാധിപത്യം എന്ന തത്വപ്രകാരം മേൽ കമ്മിറ്റികളുടെ നിർദ്ദേശമുണ്ടെങ്കിൽ അത് വായിച്ച് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ചർച്ച അനുവദിക്കാറുമില്ല. തീരുമാനം നടപ്പാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലായിടത്തും ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന പ്രസ്ഥാനം പാർട്ടിക്കുള്ളിൽ അത് അനുവദിക്കുന്നില്ല എന്ന സന്ദേശമാണ് ഗോവിന്ദന്റെ ഈ പ്രസ്താവനയിലൂടെ വിമർശിക്കപ്പെട്ടിരുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ CPMനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. ഈ പ്രതിസന്ധി നേരിടുന്ന ഇതേ സമയത്ത് തന്നെയാണ് സമ്മേളനങ്ങൾക്ക് തുടക്കമായത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. തെരഞ്ഞെടുപ്പിലേറ്റ പ്രഹരത്തിന് ശേഷം CPMനെ സംബന്ധിച്ച് അടിക്കടി വിമർശനങ്ങളും നേരിട്ടിരുന്നു. മാത്രമല്ല, തെറ്റിദ്ധരുത്തൽ എന്ന പേര് അത് കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണം പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് എന്ന വാദം ഉയർന്നിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനം ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത് സ്വന്തം ഘടകകക്ഷികളിൽ നിന്നാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, CPMന്റെ അടിത്തട്ടിൽ നിന്ന് പോലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അത്തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഇന്ന് CPMനെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുമുണ്ട്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് പിണറായി വിജയന് യാതൊരു തരത്തിലുള്ള താക്കീത് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ
കാണുമ്പോഴും വീണ്ടും കാണുന്നത് ഇതേ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം തന്നെയാണ്. കഴിഞ്ഞ ADGPയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിലും മുഖ്യമന്ത്രി പാലിക്കുന്ന മൗനം ഒരു തരത്തിൽ ധാർഷ്ട്യം തന്നെയാണ്. ആ ധാർഷ്ട്യം ഇന്നും പേറുന്നത് അണികളുമാണ്. അതുകൊണ്ട് തന്നെ അണികൾക്കിടയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അസ്വസ്ഥത അത് പാർട്ടിയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സമ്മേളനം തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ ADGPയുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും മുഖ്യമന്ത്രിക്ക് മേൽ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളാണെങ്കിലും ആരോപണങ്ങളാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏൽക്കേണ്ടി വന്ന പ്രഹരമാണെങ്കിൽ പോലും എല്ലാം തന്നെ വിമർശിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം കൂടിയാണ്. മാത്രമല്ല, വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകളിലും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. വലിയ തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സർക്കാരിന്റെ ഉത്തരങ്ങളൊന്നും തന്നെ, അഥവാ സർക്കാർ നൽകിയ ഉത്തരങ്ങളൊന്നും തന്നെ ആരുടെയും വായ അടുപ്പിക്കാനോ അല്ലെങ്കിൽ ആരെയും സംതൃപ്തിപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം വിശ്വാസികളുമായി ബന്ധപ്പെട്ടതാണ്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിന് പുറകിൽ CPMന്റെ അഥവാ ആഭ്യന്തര വകുപ്പിന്റെ ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരം ഒരു പൂരം കലക്കലിലേക്ക് പോലും നടന്നിട്ടുണ്ടായിരുന്നത്? പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് 3 വിഭാഗങ്ങളാണ് പ്രവർത്തിച്ചത്. ഒന്ന് അതിൽ പോലീസാണ്, മറ്റൊന്ന് RSS ആണ്, സ്വാഭാവികമായും മറ്റൊരു തലപ്പത്ത് വരുന്നത് CPMO അഥവാ ആഭ്യന്തരവുമാണ് എന്നുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാന കാരണം ADGP മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി P. ശശിയെയും സ്വന്തം മരുമകനെയും ഒരുപോലെ സംരക്ഷിക്കുന്നു എന്നുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയുടെ അടിത്തട്ടിലെ തന്നെ ഭിന്നതകൾ രൂക്ഷമായി വരുന്നത്. അതായത് അടിത്തട്ടിലും ഭിന്നതയാണ്, മേൽത്തട്ടിലും ഭിന്നതയാണ്, നേതൃത്വത്തിൽ അടിമുടി പ്രശ്നമാണ് എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തപ്പെടുന്നത്.